அன்பார்ந்த பெரியவர்களே, தாய்மார்களே, சகோதர சகோதரிகளே, தலைவர் தளபதி அவர்களது ஆட்சியுடன் திராவிட முன்னேற்ற கழகத்தின் சார்பாக உதயசூரியன் சொல்லத்தில் தென்காசி பாராளுமன்ற தொகுதியில் போட்டியிடுகிறேன். இந்த திராவிட மாடல் அரசு பெண்கள் மற்றும் மாணவர்களுக்கு நிறைய நலத்திட்டங்கள்லாம் செஞ்சுட்டு இருக்காங்க. பின்னாடி வாங்க. നമസ്കാരം. സ്റ്റാലിൻ സർക്കാരിന്റെ കീഴിൽ ക്രമസമാധാനം ഒരു തമാശയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ട വീഡിയോയ്ക്ക് വലിയ പുതുമയൊന്നുമില്ല. ഐക്യം, ഒത്തൊരുമ, മാതൃക എന്നൊക്കെ പറയുന്ന സ്റ്റാലിന്റെ സ്വന്തം പ്രവർത്തകർ തെരുവിൽ കിടന്ന് തമ്മിൽ തല്ലുകയാണ്. തെങ്കാശിയിലെ പ്രചരണത്തിനിടെ DMK ഗുണ്ടകൾ രണ്ടായി പിരിഞ്ഞ് പരസ്പരം ആക്രമിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. പ്രചരണത്തിനിടയിൽ തന്നെ ഇത്തരത്തിൽ തമ്മിൽ തല്ല്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ കണ്ട് ജനങ്ങൾ വോട്ട് നൽകുക എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അധികാരത്തിന് വേണ്ടി എന്ത് അക്രമവും കാണിക്കുന്ന രീതിയിൽ അധപതിച്ചിരിക്കുന്നു DMK എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അധികാരത്തിന് വേണ്ടി സ്വന്തമെന്നോ ബന്ധമെന്നോ ഇല്ലാതെ തമ്മിൽ തല്ലി തീരുന്നു. തമിഴ്നാട്ടിൽ DMK അധികാരത്തിൽ കയറിയതിനു ശേഷം ഒരു തരത്തിലും ജനങ്ങൾ ഭദ്രമല്ല എന്ന തരത്തിൽ പല വാർത്തകളും നമ്മൾ കണ്ടു. ജാതി പേരിൽ തന്നെയുള്ള മരണങ്ങളും കൊലപാതകങ്ങളും തമിഴ്നാട്ടിൽ സ്ഥിരം കഥയായിരുന്നു. ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരെ നേരെ നിർത്താൻ പോലും സ്റ്റാലിന് കഴിയുന്നില്ല. പിന്നെയല്ലേ ജനങ്ങളുടെ കാര്യം. തെരുവിൽ കിടന്ന് കടിപിടി കൂടുന്ന രീതിയിൽ അധപതിച്ചിരിക്കുകയാണ് DMK. ഇതായിരിക്കും DMKയുടെ ദ്രാവിഡ മോഡൽ. ഏതായാലും അരങ്ങിൽ നിന്നും തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ് DMKയുടെ ഏറ്റവും പുതിയ ഷോ. ഒരു സൈഡിൽ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും പൊയ്മുഖമണിഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് DMK പ്രവർത്തകരുടെ തെരുവ് നാടകമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.